ജിജോ സാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സതീഷ്, സീരിയസ് ആയിട്ട് ഫിലിം ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ യു ഷുഡ് ഗോ ടു എ ഫിലിം സ്കൂൾ. ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഒരു പ്രേമകഥ അതിനകത്ത് ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ സമ്മതിക്കില്ല. അങ്ങനെയാണ് അതിനകത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രേമകഥ കൊണ്ട് അതിൻ്റെ സ്റ്റോറി സ്ട്രക്ചർ ഭയങ്കര കോംപ്ലക്സ് ആവുകയും ചെയ്ത്. എങ്ങനെയാണ് സംഗതി ബെസ്റ്റ് ഫിലിമാണ്, പക്ഷേ ദൃശ്യം കോപ്പി അടിച്ചുണ്ടാക്കിയല്ലേ എന്നുള്ളത്. പക്ഷെ അവർക്കറിയില്ല നേരെ തിരിച്ചാന്നുള്ള കാര്യം. ആ ബുക്ക് ഇറങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് ദൃശ്യത്തിൻ്റെ ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം കോടതിയിൽ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അറിയാലോ, എൻ്റെ എല്ലാ സിനിമകളും ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. അപ്പോൾ നമ്മൾ നാരങ്ങാവെള്ളം കുടിച്ചാൽ പോലും അതിനെ ഇൻവെസ്റ്റിഗേഷൻ മാറ്റുക. അതെ, ആ ജോണറിലേക്ക് കൊണ്ടുവരും. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടിട്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല സാർ. ഞാൻ ഈ കുറച്ച് ആൾക്കാരുടെ പേര് പറയും സാർ, അത് കേട്ടിട്ട് അവരെക്കുറിച്ച് സാറിന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ട്രൈക്കിംഗ് ഒരു വേർഡ് പറയാം, ഇതാണ്, അല്ലെങ്കിൽ സാറിന് ഡീറ്റെയിൽ ആയ സാറിൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, ജിജോ പുന്നൂസ്. എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്തൊരു സബ്ജക്റ്റ്. അതൊരു വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ബറോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതെ, ബറോസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ആന്റണി പെരുമ്പാവൂരുമായിട്ടാണ് ദൃശ്യത്തിന്റെ കേസ് നടക്കുന്നത്. ആ ദൃശ്യത്തിന്റെ കേസ് നടക്കുമ്പോൾ പോലും ഞാൻ നവോദയ ടീമിലാണ്. അപ്പൊ ഞാനിത് പറഞ്ഞിട്ടും ജിജോ പറഞ്ഞു നോ യു ഹാവ് ടു കം, എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ ബറോസിൽ വർക്ക് ചെയ്തു. ഞങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് ബറോസിന്റെ ഒരു സംഭവം ഞങ്ങൾ ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആന്ണിയുമായിട്ട് ഞാൻ കൈ കൊടുത്തു. ഞാൻ പറയുകയും ചെയ്തു കേസ് കോടതിയിൽ നടക്കുന്നത് ദാറ്റ് ഇസ് ഗുഡ് തിങ്. പക്ഷേ ഈ പ്രോജക്റ്റിൽ നമ്മൾ ഒരുമിച്ച് അങ്ങനെ വേണം സതീഷ് എന്ന് പറഞ്ഞ് ആന്റണിയും സെയിം വേവ് ലെങ്തിൽ തന്നെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ നവോദയയുടെ ടീമിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ജിജോ സാറിനെ പറഞ്ഞാൽ എന്നെ സിനിമയിലേക്ക് ഒരുപാട് ആകർഷിച്ച ഒരാളാണ്. എന്നെ ഏറ്റവും ആകർഷിച്ചെന്ന് പറഞ്ഞാൽ മൈ ഡിയർ കുട്ടിച്ചാത്തനായിരുന്നു. കാരണം അതന്ന് എനിക്കൊരു ഭയങ്കര വണ്ടറായിരുന്നു. നമ്മൾ എന്നോട് ചെറുപ്രായത്തിൽ കണ്ട്. അപ്പോൾ എന്നിട്ട് അതെ, ഞാൻ എന്നിട്ട് ജിജോ സാറിനെ കാണാൻ ചെന്നു. അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പരീക്ഷിക്കാനായിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്നാൽ ഈ ഭിത്തിയെ കൂടെ സ്റ്റുഡൻറ്റ് പിള്ളേർ കയറുന്നത് എങ്ങനെയാണ്, അതെ, അത് ഞങ്ങൾ ആ ഭിത്തിയെ കൂടെ കയറുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചാൽ അത് 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ എക്സിബിഷൻസിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കോമൺ ട്രിക്ക് സാധനമായിരുന്നു ഈ റൊട്ടേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ ചരിത്രം സഹിതം പറഞ്ഞ് ജോസാറിനെ പറഞ്ഞ് ചോദിച്ചു. അത് നിങ്ങൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഓക്കെ, നവോദയയിൽ അടുത്ത സ്റ്റോറി ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു പോകുന്നു. അപ്പം ഞാനത് എന്നെ ഒഴിവാക്കാൻ പറഞ്ഞാന്ന് വിചാരിച്ചത്. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വീട്ടിലേക്ക് വന്നു. ആ നവോദയം ജിജോ ആണ് വിളിക്കുന്നത്. സതീഷ് ഒന്ന് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ ഒന്ന് സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് സ്റ്റുഡിയോയിലെത്തി. വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജീവ് കുമാർ, മാത്യു പോള്, അങ്ങനെ ശേഖർ, ഇങ്ങനെയുള്ള ഇവരെല്ലായിരുന്നു. അത് അന്ന് ചാണക്യൻ്റെ അതിനു മുമ്പ് ഒരു സ്റ്റോറി പ്ലാൻ ചെയ്യായിരുന്നു. അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെയാണ് ഞാൻ സിനിമയിലെ ആദ്യത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം അന്ന് അവിടെ ചർച്ച ചെയ്യുന്ന എന്ത് ഡെപ്തിലാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന അന്നാണ്. ഒരു സ്റ്റോറിയെ എത്രമാത്രം ഡെപ്തിലാണ് എല്ലാവരും അനലൈസ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് രാജീവ് കുമാർ, മാത്യു പോൾ, അവരുടെ എല്ലാം ഗ്രൂപ്പിൽ നവോദയയിലെ ഏറ്റവും ബേബി മെമ്പറായിട്ട് ഞാൻ അംഗമാവുന്നത്. അതെ, നവോദയയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ച് നവോദയയിൽ ചെന്നിട്ടുള്ള എല്ലാവരും ഡയറക്ടറായി എന്നുള്ളതാണ്. ആ ഒരു അനുഗ്രഹം അത് നവോദയയ്ക്ക് മാത്രം അവകാശപ്പെട്ടാണ്. കാരണം പൊന്നു സാറ്, ജിജോ, പപ്പ, ജിജോ, ജോസ്മാൻ, അവരെല്ലാം ഓഫ് കോഴ്സ് ഡയറക്ടേഴ്സ് ആയല്ലോ. പിന്നീട് ആ ലിസ്റ്റിൽ വരുന്നത് ഫാസിലാണ്, പിന്നീട് സിബി മലയിൽ, പ്രിയദർശൻ, പിന്നീട് രഘുനാഥ് പലേരി, പിന്നീട് വരുന്നത് രാജീവ് കുമാർ, മാത്യു പോൾ, ഏറ്റവും അവസാനം ഞാൻ, ഏറ്റവും ബേബി ആയിട്ടുള്ള ഞാനും അവസാനം വേണം ചെയ്തു. അത് ആ ഒരു പെഡിഗ്രിയുടെ ഭാഗമാവുന്നതിൽ ഞാൻ ഏറ്റവും പ്രൗഡാണ്. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനത് ജിജോ അതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെയൊന്നുമില്ല എന്ന് പറയാം. ജിജോ അങ്ങനെ വളരെ ഡൗൺ ടു സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. നെക്സ്റ്റ് ശേഖർ ഈ ആർട്സിന്റെ പുറകിൽ തിയറീസ് ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചു തന്ന ആളാണ്. ഇല്ല, കാരണം ഞാൻ കിഷ്കിന്ധയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഒരു റൈഡ്. അപ്പം ഞാൻ അതിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനിലാണ്, ശേഖറാണ് അതിൻ്റെ ആർട്ട് സെക്ഷൻ ഹാൻഡിൽ ചെയ്തത്. സ്കെച്ചസ് എല്ലാം തയ്യാറാക്കിയത് ശേഖറാണ്. അപ്പോൾ ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഞങ്ങൾ ഡിസ്കഷൻ ഇരിക്കും. അന്നേരം ഞങ്ങൾ എഞ്ചിനീയറിംഗ് സൊല്യൂഷനായിട്ട് ഇത് ഏറ്റവും ബെസ്റ്റ് ഇതാണ്, അതെങ്ങനെയാണ് ആൾക്കാർ ഇരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ബീം ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമല്ലോ, അത് ശരിയല്ല, അത് ആർട്സിൻ്റെ ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ അങ്ങനെയല്ല കാണേണ്ടതെന്ന് പറയും. നിങ്ങൾ വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കി പറ്റുന്നത്. അപ്പോൾ ആർട്സിന് ഇതുകൊണ്ട് തിരിയും. അത് നമ്മൾ ഇരിക്കുന്ന ഒരു കസേരയുടെ ഈ ഹൈറ്റിനും വിഡ്ത്തിനും വരെ പ്രൊപ്പോർഷൻ ഉണ്ടെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ശേഖറിൻ്റെ അടുന്ന. ആ ടേബിൾസ് എല്ലാം ശേഖർ എന്നെ കാണിച്ചു തന്നു. അങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഞാൻ ഇമ്പ്രസ്ഡ് ആയത്. അപ്പോൾ നവോദയയിൽ സ്റ്റുഡിയോയിൽ മാത്രമല്ല കിഷ്കിന്ധയിലും വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ടീം വർക്കായിരുന്നു. അത് നവോദയയുടെ ഏറ്റവും വലിയൊരു സംഗതി ടീം വർക്കാണ്. ഞങ്ങൾ ഒരു ഭയങ്കര ടീമാണ്, ഒരു ഫാമിലി പോലെയാണത്. ഓക്കെ, ഇനി ഗോപിക. എനിക്ക് തന്നെ ഗോപിക എന്നൊരു ഷീസ് എ വണ്ടർഫുൾ ആക്ടർ. അപ്പോൾ സാറിൻ്റെ ഫിലിമിൽ അഭിനയിച്ച ആളാണ് ഗോപിക.
എന്തുവാ കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലാവും? വളരെ നല്ലൊരു കുട്ടി. എനിക്ക് ഒരു ശല്യവും ഒരു ട്രബിളും തരാത്ത, സാധാരണ നടികളെല്ലാം വലിയ പ്രശ്നക്കാരാണെന്നുള്ള പറഞ്ഞത്, എനിക്ക് ഒരു ട്രബിളും തരാത്ത ഒരു കുട്ടിയാണ്. അതായത് ആ കുട്ടി കനാകണ്ടൈൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്മസിന് അവിടെ ഒരു 7 ദിവസത്തെ വെക്കേഷൻ വന്നു. അപ്പോൾ 7 ദിവസം വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഫോർ ദ പീപ്പിൾ പ്രൊഡ്യൂസ് ചെയ്ത് സാബു ചെറിയാനായിരുന്നു. അപ്പോൾ സാബു ചെറിയാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു പടത്തിൽ ഒരു ഹീറോയിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, വരാൻ പറ്റുമോ, ഈ 7 ദിവസം കൊണ്ട് ഷൂട്ട് തീർത്ത് വിടാം. അത് ഞാൻ കൊടുത്ത ഉറപ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, കാരണം കംപ്ലീറ്റ് സ്റ്റോറി ബോർഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ 7 ദിവസം കൊണ്ട് വർക്ക് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ സാബു ചേട്ടനെ പോലെ വളരെ വേണ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെക്കേഷൻ വേണ്ടെന്ന് വെച്ചിട്ട് ഗോപി ഒന്ന് സഹകരിച്ചായിരുന്നു. എനിക്ക് ഒരു ട്രബിൾ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, എനിക്ക് നല്ല ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ഇതുപോലെ തന്നെ വളരെ എനിക്ക് നല്ല പോസിറ്റീവ് ഫീലുള്ള ഒരാളാണ്. കാരണം എനിക്ക് കാരണം ഹീസ് ഓൾസോ ആൻ എഞ്ചിനീയർ. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വേവ് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുകയും എനിക്ക് വളരെ കോപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ പടത്തിൽ കോപ്പറേറ്റ് ചെയ്ത ആളാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ലെജൻഡായിട്ടുള്ള ആക്ടർ നെടുമുടി വേണു? വേണു ചേട്ടൻ എന്ന് പറയാം. ഞാൻ വർക്ക് ചെയ്തില്ലേ, ഇപ്പോൾ ജഗതി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് പറ്റിയ റോള് ഫിംഗർ പ്രിൻറ്റിലായിരുന്നു. ഞാനത് സാവുചേട്ടനോട് പറയുകയും ചെയ്തതാണ്. പക്ഷേ നമുക്ക് അതിന് പറ്റിയ റോളില്ല. പിന്നെ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ അതിന് ചേരുന്ന ഒരു റോള് വേണ്ടേ. വേണുചേട്ടൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് വെച്ചാൽ, ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 4-5 ദിവസം മുമ്പ് എനിക്ക് വേണുചേട്ടൻ്റെ ഫോൺ വന്നു. അപ്പോൾ അന്ന് സെൽഫോണൊക്കെ ഉണ്ടായി വരുന്ന സമയത്താണ്. അപ്പോൾ അന്ന് ആദ്യത്തെ സെൽഫോൺ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അന്നത്. എനിക്കൊരു കോള് വന്നു, വേണുവാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ക്യാമറാമാൻ വേണു എൻ്റെ ഫ്രണ്ടാണ്. അല്ല, വേണു അല്ലേ സൗണ്ട് വരെ, അല്ല നെടുമുടി വേണു ചേട്ടനാന്ന് പറഞ്ഞു. ഓ, എനിക്ക് മനസ്സിലായി, പുതിയ ഡയറക്ടർ സതീഷ് പൊള്ളിന്ന് ചോദിച്ചു. എൻ്റെ ആ റോള് ഡയലോഗ്സ് എല്ലാം എനിക്കൊന്ന് കൊടുത്തു വിടാവോ, എനിക്കതൊന്ന് പ്രിപ്പയർ ചെയ്യാനാന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, കാരണം ഒരു നടൻ ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്ന അന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അസോസിയേറ്റ് സതീഷ് വന്നോന്നില്ല, ഒരു അസോസിയേറ്റിൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ ഇന്ന് തന്നെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോകോപ്പി എടുത്ത് അന്ന് തന്നെ അത് വേണുചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ എല്ലാ ഡയലോഗ്സും തറവായി പ്രിപ്പയർഡാണ്. ഞാൻ പറഞ്ഞു, വേണുചേട്ടാ, ഇത്തരം റോളുകൾ ചെയ്യുന്നതിനകത്ത് മാസ്റ്ററാണെന്ന് എനിക്കറിയാം. ഇത് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് വേണുചേട്ടൻ എന്ത് വേണേൽ ചെയ്തോ, അതിനുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്, ഞാനത് ഫോളോ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഹി ഡിഡ് എ ലോട്ട് ഓഫ് ഇംപ്രവൈസേഷൻ. ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് എനിക്ക് ചുമ പിടിച്ചു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ. എന്നിട്ട് എനിക്കായിട്ട് ഒരു പ്രത്യേക പച്ചമരുന്ന് നെല്ലിക്കയൊക്കെ ഇട്ടുണ്ടാക്കി ഒരു ഡെപ്പിക്കകത്ത് ഹോട്ടലിൽ കൗണ്ടറിൽ കൊടുത്തിട്ടോ, ഇത് ഡയറക്ടർ വരുമ്പോൾ പ്രത്യേകം കൊടുക്കണം ഞാൻ തോന്നുന്നു പറഞ്ഞിട്ട്. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇന്നും ഞാനത് ഉപയോഗിച്ചു. അത് പൂത്തുപോയി, പക്ഷേ അതിപ്പോഴും ഞാനത് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സൈജു ഇതുപോലെ തന്നെ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ. കാരണം ഗാർഡിയനിലാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ദൃശ്യം കേസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഗാർഡിയൻ ആദ്യമായിട്ട് സ്റ്റോറി എഴുതിയ സമയത്ത് 2012 കോതമംഗലത്ത് വെച്ചൊരു ഫിലിം ഫെസ്റ്റിവൽ വന്നിരുന്നു. അപ്പോൾ ആ ഫിലിം ഫെസ്റ്റിവലിൽ സൈജു വന്നു. അപ്പോൾ ഇതിനകത്ത് ഡോക്ടറായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആളാണ് സൈജു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാനും സൈജു ഒരേ സമയത്താണ് സിനിമയിൽ വരുന്നത്. ഫിംഗർ പ്രിൻറ്റിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് മയൂകത്തിൻ്റെ ഷൂട്ടിംഗ് തീർന്നത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നമുക്ക് അതുപോലത്തെ ഒരു ന്യൂ ഫേസ് ആയിരുന്നു വേണ്ടതെന്ന് ഞാൻ പറയുകയും ചെയ്തു നമ്മുടെ സ്റ്റോറിക്ക്. പക്ഷേ അപ്പോഴത്തേക്കും അവർ മയൂകമൊക്കെ തീർന്നായിരുന്നു. അത് കഴിഞ്ഞ് സൈജുവിനോട് കോതമംഗലത്ത് വെച്ച് ഈ ഫിലിം ഫെസ്റ്റിവലിന് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ ഫ്രണ്ട് സോഹൻലാൽ കൂടെയുണ്ട്. അപ്പോൾ പറഞ്ഞു, സൈജുവിന് പറ്റിയ ഒരു സ്റ്റോറി എൻ്റെ കയ്യിലുണ്ടെന്ന്, നമുക്കൊരു ഇരിക്കണ്ടേന്ന് പറഞ്ഞു. ഷുവർ സതീഷ്, തീർച്ചയായിട്ടും ഇരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നീട് ഈ കോൺടാക്ട് ചെയ്ത പ്രൊഡ്യൂസർമാരെല്ലാം, ഇത് മോഹൻലാൽ ചെയ്യേണ്ട സിനിമയാണ്, നിങ്ങൾ ചെറിയ ആർട്ടിസ്റ്റിനെ ഒന്നും വെച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ രീതിയിൽ പോയി. അത് നടക്കാതെയാണ് ഈ സാധനം മോഷണം പോയത്, സ്റ്റോറി മോഷണം പോയത്. അവസാനം അത് കറങ്ങി തിരിഞ്ഞ് 8 വർഷത്തിന് ശേഷം അത് സൈജുവിൽ തന്നെ വന്നു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര കൗതുക. ഓക്കെ, സോ ബാക്ക് ടു ദിസ് SAKL. അതിൽ കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ച പോലെ AI-ക്കും ഗ്രാഫിക്സിനൊക്കെ ഒത്തിരി സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എന്തെങ്കിലും സാറിനത് പുറത്ത് പറയാൻ പറ്റുന്ന പറയാം. ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് നോർമലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാഫിക്സ് വെച്ചിട്ടാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങളും കോടികളും ചിലവ് വരുന്ന സ്പെഷ്യൽ എഫക്ട്സ് എല്ലാം വരുന്ന ഒരു സംഗതിയാണ്. AI വന്നപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് പല സംഗതികളും AI ഉപയോഗിച്ചിട്ട് അതിനേക്കാൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. അതുകൊണ്ട് ഈ AI ടൂളുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പടം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് നോർമൽ കേസിൽ വരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ഇതിനകത്ത് ആ ഗ്രാഫിക്സ് മുഴുവൻ ചെയ്യുന്ന ആളും അതിൻ്റെ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് അനൂപാണ് എൻ്റെ ഗ്രാഫിക്സ് കോർഡിനേറ്റർ. ഈ ഗ്രാഫിക്സ് മുഴുവൻ ചെയ്യുന്ന അനൂപാണ്.
അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാഡം അനൂപിനോട് നേരിട്ട് ചോദിച്ചോളൂ, അനൂപ് പറയട്ടെ, അതായിരിക്കും കൂടുതൽ തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് അനൂപിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഗ്രാഫിക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ടീമാണല്ലേ അതെ എപ്പോഴും. ഒരു ടീം, ഒരു ഓഫീസ് ഉണ്ടാവും, ഒരു ടീം ഉണ്ടാവും, അവർക്ക് ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നു, അതിൻ്റെ പല പല സാധ്യതകൾ പറയണു. പക്ഷെ അനൂപിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരൊറ്റയാൾ പട്ടാളമാണ്, ആർമിയാണ്, വീടിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന, കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന വെരി ക്രിയേറ്റീവ് പേഴ്സൺ എന്നാണ് അറിഞ്ഞത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഞാൻ അത് അനൂപിനോട് തന്നെ ചോദിക്കാം. അത് ഓഫീസ് ഫിസിക്കലി ഇല്ലാന്നുള്ളൂ, കാരണം ഞങ്ങൾ രണ്ടുപേരും കോതമംഗലംകാരാ. അപ്പം ഞങ്ങൾ എപ്പോഴും മിക്ക ദിവസവും ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ നേരിടുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ പ്രോബ്ലംസും നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിനെ പറ്റി കുറേ നാളായിട്ട് നടക്കുന്ന ചർച്ചകളാണ്. അപ്പോൾ അനൂപാണ് പറഞ്ഞത് ഓരോ ദിവസം കഴിയുന്തോറും AI ടൂളുകൾ വരുന്നുണ്ട്, നമുക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോസ്റ്റ് ഒരുപാട് കുറച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തിനും ഒരു ആദ്യം ഉണ്ടല്ലോ, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഞങ്ങൾ നടന്നത്. അപ്പോൾ ഇനി വരുന്നവർക്ക് ഞങ്ങൾ ചെയ്ത ഈ വർക്കിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, കാരണം ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമായിട്ട് അത്. ഓക്കെ, ബിക്കോസ് എസെക്കിയാൽ എന്ന് പറയുന്ന വരാൻ പോകുന്ന ഫിലിമിൻ്റെ, അല്ലെങ്കിൽ സാർ ഇപ്പോൾ സാറിൻ്റെ ലേറ്റസ്റ്റ് ഫിലിം സാർ, അപ്പോൾ ഇതിൻ്റെ കാസ്റ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ സാർ പറഞ്ഞു പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞു. മറ്റേ ഹീറോയിൻ, അവരുടെ സെലക്ഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഞങ്ങളൊരു സിനിമയോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മ എന്നുള്ളവരാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസും അതുപോലെ തന്നെ ആക്ടേഴ്സും എല്ലാവരും. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള വിവിധ ഏരിയ എന്നുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം ചെയ്തത്. ഈ സബ്ജക്റ്റ് വായിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്നുള്ള ഇതിലാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്കും അവനവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റോളുകൾ തിരഞ്ഞെടുത്തു. ടെക്നിക്കൽ സൈഡിൽ ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്യൂട്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് ഫോം ചെയ്യുമായിരുന്നു. കുറേ നാളായിട്ട് അതിങ്ങനെ ബ്രൂ ചെയ്യുമായിരുന്നു. സാർ, ഇതിൻ്റെ ഹീറോയിൻ പുതുമുഖങ്ങളാണ്, എന്നാൽ കൂടിയും അവരുടെ പേര്, ഹീറോയുടെ പേര് പീറ്റർ ടൈറ്റസ് എന്നാണ്, ഹീറോയിൻ ചൈതന്യ ഹേമന്ത് എന്നാണ്. അവർ രണ്ടുപേരുമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഈ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയോട് ഭയങ്കര പാഷനും താല്പര്യമുള്ള കുറച്ച് പ്രൊഫഷണൽസ് ആയിട്ട് അവർ മറ്റു ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എല്ലാം ഉണ്ട് ഈ ഗ്രൂപ്പിൽ. അവരെല്ലാം വർക്ക് ചെയ്യുന്ന ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയിൽ നിന്നാണ് ഇതിനു വേണ്ടി വരുന്നത്. ആ കൂട്ടായ്മയിലൊരു പ്രമുഖനായിട്ടുള്ള ഒരു അംഗമാണ് ഡോക്ടർ ടൈറ്റസ് പീറ്റർ. അദ്ദേഹം ഒരു ഡെന്റൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. അതിനുശേഷം ഡാർലിംഗ് എന്ന് പറഞ്ഞ ഒരു സിനിമ പണ്ട് ചെയ്ത് GK പൈ എന്ന് പറയുന്നത് അദ്ദേഹം ഇത് ഞങ്ങളുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പാർട്ണറായി. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഈ സ്റ്റോറിയിൽ എന്ത് റോളാണോ ചെയ്യാൻ പറ്റുന്നത് ആ റോളുകൾ സ്വയം ഏറ്റെടുത്ത് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. അതിൻ്റെ ഒരു സുഖമുണ്ട്. അത് ഞങ്ങളൊരു വലിയൊരു ടീം വർക്കായിട്ട് അതിങ്ങനെ കുറേ നാളായിട്ട് പ്രൂവ് ചെയ്യായിരുന്നു. ഓക്കെ സാർ, ഇപ്പം ജനറലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം കൂടിയിട്ട്, അതായത് ആർ യു എ സ്പിരിച്വൽ പേഴ്സൺ ഓർ എ റിലീജിയസ് പേഴ്സൺ? സ്പിരിച്വൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വെരി ഫിലോസഫിക്കൽ പേഴ്സൺ. കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് സെറ്റ് ബാക്സും ഒക്കെ പഠിക്കുന്ന കാലം മുതലുണ്ടായിട്ടുള്ളതാണ്. അതിനെയൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് എനിക്ക് എൻ്റേതായ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫിലോസഫി എനിക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ ആപ്ലിക്കബിൾ ആവുള്ളൂ, ബട്ട് ഐ എം വെരി കംഫർട്ടബിൾ. അപ്പോൾ അതിനകത്ത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഐ വിൽ ഫൈൻഡ് സം സൊലൈസ്, അതിനകത്ത് അത് കണ്ടെത്തും. അതാണ് എൻ്റെ ഒരു ഫിലോസഫി. ഓക്കെ, മനസ്സിലായി. അപ്പോൾ സാർ, ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പോൾ എനിക്കറിയാം സാർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്. ഇല്ലായ്മയും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വേർഡിനെ സാർ ഇപ്പം എങ്ങനെ നിർവചിക്കുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു വേർഡിനെ ഞാൻ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളിൽ നിന്ന് ഒരു വലിയൊരു ഫേവർ നമ്മൾ സ്വീകരിക്കുകയും ജീവിതത്തിൽ എന്ത് ചെയ്താലും ആ ഫേവർ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുന്നതാണ് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതെന്നും നമ്മുടെ ഉള്ളിൽ നിൽക്കും. തിരിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ 100 രൂപ തന്നു, ആ 100 രൂപ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് തോന്നില്ല. But there are some other services that other people offer us. അത് നമ്മൾ once received, you can never pay it back. ആ ഫീലിംഗ് തിരിച്ചറിയുന്നതാണ് ശരിയായ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ഫിലോസഫിയാണത്. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ അണ്ടർലൈനിങ് ഫിലോസഫി ഇൻ ലൈഫ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു സിംഗിൾ ഫിലോസഫി അല്ല. ഇപ്പം മഹാന്മാരുടെ ഒരുപാട് ഗ്രേറ്റ് വേർഡ്സും ഫിലോസഫിയൊക്കെ എന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഫിലോസഫി എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അട്രാക്ട് ചെയ്തിട്ടുള്ള ചുരുക്കം ഫിലോസഫീസിലാണ്, പക്ഷെ അത് വളരെ ശരിയാണ്. നമ്മൾ ജീവിച്ച് കാണിക്കുക നമ്മൾ ആരാണെന്നുള്ളത്. ഇപ്പം നമ്മൾ ചില സംഗതികളിൽ മറ്റുള്ളവർ ഇഷ്ടമുള്ള സംഗതികളായിരിക്കില്ല ചെയ്യുന്നത്, പക്ഷെ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാവും, നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്, നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക, അതാണ് നമ്മൾ. സോ ദാറ്റ് ഈസ് മൈ മെസ്സേജ് ആൻഡ് ദാറ്റ് ഈസ് മൈ ലൈഫ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിലോസഫി ഇതിനകത്തുണ്ട്. അത് ആ ഒരു പർട്ടിക്കുലർ കേസിലാണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. കാരണം ഓരോ സിറ്റുവേഷനെയും ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫിലോസഫീസ് ഉണ്ടാവും. ഒറ്റ ഫിലോസഫി മാത്രമായിട്ട് ജീവിക്കുന്ന ഒരാളെ എനിക്കറിയില്ല. പല ഫിലോസഫികളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും.
സാറിന്റെ കാറ്റ് വിതച്ചവർ എന്ന അമീൻ സാറിന്റെ തന്നെ ബുക്കായിരുന്നു തോന്നുന്നു. അതെ, ബുക്കായിട്ടും പബ്ലിഷ് ചെയ്തു. കാരണം ഈ അനുഭവം ഉണ്ടായിരുന്നുകൊണ്ട്, ആദ്യത്തെ അനുഭവം ഉണ്ടായിരുന്നുകൊണ്ട് അതും ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തു. രാജൻ കേസിന്റെ ഫുൾ സ്റ്റോറി ഇടയ്ക്ക് ഓർക്കുകയും പിന്നെ മറക്കുകയും ചെയ്യുന്നൊരു കേസാണ്. അപ്പോൾ ആ കേസിലേക്ക് എത്തി അതിനെക്കുറിച്ച് തന്നെ ഒരു ബുക്ക് എഴുതി പിന്നെ ഒരു സിനിമ എടുക്കാൻ സാറിനെ പ്രേരിപ്പിച്ചൊരു കാര്യമില്ല. ആ ബുക്ക് ഭയങ്കരമായിട്ട് റിസീവ് ചെയ്യപ്പെട്ടു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാതൃഭൂമി ബുക്ക് ഫെയറിൽ അതിനെപ്പറ്റി ചർച്ച പോലും നടന്നു. ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയേനെ. കാരണം അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. ആ ബുക്ക് വായിച്ചിട്ട് പലരും വിളിച്ച് പല രീതിയിലുള്ള ഫീഡ്ബാക്ക് തന്നു, എല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതിൽ ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കാരണം അന്ന് എൻ്റെ ഫോണിന് റെക്കോർഡ് ഫംഗ്ഷനൊന്നും ഇല്ലായിരുന്നു, ഇത്രയും അഡ്വാൻസ്ഡ് ഫോണൊന്നുള്ള കാലത്തല്ല, റെക്കോർഡഡ് അല്ല. അദ്ദേഹം പറഞ്ഞു എന്നാന്ന് വെച്ചാൽ, മിസ്റ്റർ സതീഷ്, നിങ്ങൾ ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. ഇതിന് ശേഷം നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യാതിരിക്കുക, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിനിമയാണ്, കാറ്റ് വെച്ചാൽ. കാരണം നിങ്ങൾ മരിച്ചു പോയി കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക ഈ സിനിമയായിരിക്കും എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കായി. അതുപോലെ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ടായിരുന്നു, എൽസൺ എന്ന് പറയുന്നത്. പുള്ളിയും ഈ സ്ക്രിപ്റ്റ് ആദ്യം ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യം വായിച്ചയാളാണ്. രാത്രി 12 മണിക്ക് വിളിച്ചു, ഞാൻ ഇപ്പോൾ വായിച്ചു തീർത്തു. സാർ ഈ സ്ക്രിപ്റ്റ് കയ്യിൽ വെച്ചിട്ടാണോ ഈ ദൃശ്യത്തിൻ്റെ കേസുമായിട്ട് കിടക്കുന്നത്? അത് പള്ളയെ കളഞ്ഞിട്ട് ഈ സ്റ്റോറി സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞപ്പോൾ സംഭവം ആ ഫിലിം ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അത് അന്നത്തെ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരാളെ ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തെ സമീപിച്ചു. കാരണം അദ്ദേഹം ഇതിനകത്ത് നായകനായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നി. കാരണം അദ്ദേഹം വരുവാണെങ്കിൽ നമുക്ക് നല്ല ബജറ്റിൽ 1976 അടിയന്തരാവസ്ഥ കാലത്തും വളരെ കളർഫുള്ളായിട്ട് റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഫുൾ സ്റ്റോറി വിത്ത് ഫുൾ പവർ പറയാമായിരുന്നു. പക്ഷെ അടുത്ത 3 വർഷത്തേക്ക് അദ്ദേഹത്തിന് കഥ കേൾക്കാൻ പോലും സമയമില്ല എന്നാണ് എൻ്റെ അടുത്ത്. 2 വർഷത്തേക്ക് കഥ കേൾക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലായി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാനത് വെരി ലോ ബജറ്റിൽ ചെയ്താൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനന്ന് എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് ഓറിയൻ്റൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഓറിയൻ്റൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഇടയ്ക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, പുള്ളിയുടെ റിക്വസ്റ്റൻസ്. അപ്പോൾ അവിടെ ഒരു സ്റ്റിൽ ക്യാമറ ഇരിപ്പുണ്ട്, ഒരു 5D ക്യാമറ. എന്തുകൊണ്ട് നമുക്ക് ആ 5D ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻസും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വഴിയായിട്ട് സിനിമ ചെയ്തുവിടാന്നുള്ളത് ആ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് കാറ്റ് വെച്ചൊരു തുടങ്ങുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ പോലും ഇല്ലാതെയാണ് ആ സിനിമ തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ ഒരു കസിനും ഫ്രണ്ടുമായിട്ടുള്ള ഷിബു കുര്യാക്കോസ്, അദ്ദേഹം ഞങ്ങളുടെ ഈ അറ്റംപ്റ്റിനെ പറ്റി കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ വളരെ കുറഞ്ഞ ബജറ്റിന് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 5 ലക്ഷം തരാം, അത് ഞാൻ തരാം, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യം ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുന്നു, ചിത്രാഞ്ജലി പാക്കേജ് എടുക്കാനുള്ള കാശുണ്ടാകുന്നു. അതുവരെ ചിത്രാഞ്ജലി പാക്കേജ് പോലും എടുക്കാതെ DI ഒന്നും ചെയ്യാതെ എഡിറ്റ് ചെയ്തിട്ട് ഫെസ്റ്റിവലിന് മാത്രം കാണിക്കുക എന്നുള്ള ഐഡിയയിലാണ് വന്നത്. പക്ഷേ ആ സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി. അതിൻ്റെ വേറൊരു രസമെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ഏതാണ്ട് അതേ സ്റ്റൈലിൽ ചെയ്തിട്ടാണ് JPM എടുത്തിരിക്കുന്നത്, കാറ്റ് വെച്ചവറിൻ്റെ അതേ രീതിയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയൊരു മിനിറ്റാണ്. കാരണം നമ്മുടെ ഒരു പടത്തിൽ നിന്ന് വേറൊരാൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് തമിഴ്നാട്ടിലെ രാജാ കണ്ണിൻ്റെ ഇതേപോലെ, അപ്പോൾ രാജൻ കേസിൻ്റെ കേസും അവർ കമ്പയർ ചെയ്യുന്നുണ്ട് അതിനകത്ത്. നമുക്കതാണ് ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഒരു നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റെസ്പെക്ട്. അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് രാജൻ കേസിൻ്റെ റിയൽ ആൾക്കാർ ആരെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ ഈ കാറ്റ് വെച്ചർ എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ ഷോ ആദ്യമായിട്ട് കാണിച്ചത് അന്ന് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത നക്സൽ നേതാക്കന്മാരെയും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള വെള്ളത്തൂവൽ സ്റ്റീഫൻ, അങ്ങനെയുള്ള പഴയകാല നക്സലൈറ്റ് നേതാക്കന്മാരെയാണ് ഞങ്ങൾ ആദ്യം കാണിച്ചത്. അവരെല്ലാം ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി കോഴിക്കോട്ട് കൊണ്ടുവന്നു. അവർ പറഞ്ഞ് 40 വർഷത്തിന് ശേഷം അവരെല്ലാം പരസ്പരം കാണുന്നതുപോലെ അന്നാണ്. 40 വർഷം കാണാതിരുന്ന ഒരു വലിയ നക്സൽ സംഘമായിരുന്നു അത്. പക്ഷേ പത്രങ്ങളൊന്നും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. ഞങ്ങൾ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തെങ്കിലും ആ പ്രാധാന്യം കൊടുത്തില്ല. അപ്പോൾ അന്ന് K. വേണു ഉണ്ടായിരുന്നു, സിവിക് ചന്ദ്രൻ ഉണ്ടായിരുന്നു, ഇവരെല്ലാം K. വേണു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഈ രാജൻ കേസിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ലിറ്ററേച്ചറും പത്രത്തിൽ വന്ന സംഭവങ്ങൾ, ബുക്കുകളിൽ വന്ന സംഭവങ്ങളെല്ലാം കളക്ട് ചെയ്ത് റിസർച്ച് ചെയ്താണ് ഞാനത് കണ്ടുപിടിച്ചത്. അപ്പോൾ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്തവർക്കാണല്ലോ അതിൻ്റെ ഫാക്റ്റ് മുഴുവൻ അറിയാവുന്നത്. അപ്പോൾ അവരാരെങ്കിലും ഇങ്ങനെയൊന്നും അല്ല അന്ന് നടന്നതെന്ന് പറയുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. നേരെ തിരിച്ചുണ്ടായി. അവർ പറഞ്ഞു ഇത് പെർഫെക്റ്റ്ലി കറക്റ്റാണ്, ഇതാണ് അന്ന് നടന്നത്. അത് പോലീസുകാർ പിന്നീട് സമ്മതിച്ചു, ഈ സംഘടന സത്യത്തിൽ ഇതാണ് അന്ന് സംഭവിച്ചത്, ഇത് രാജന് ഇത് സംഭവിച്ച സാഹചര്യം എല്ലാം ഇതാണ്. പക്ഷേ പോലീസിന് അത് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ ഒരു പ്രതിയാവും. അതുകൊണ്ടാണ്. അപ്പോൾ അവർക്കത് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ സിനിമയിൽ പുതുമ കൊണ്ടുവന്ന ഒരു സംഗതി എന്നാ വെച്ചാൽ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ആ കഥ പറയുന്നത്. അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ രാജൻ കേസ് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നക്സലൈറ്റ്സിൻ്റെ ഇടയിലും അതിനുശേഷം ഞങ്ങൾ ചർച്ച നടത്തി. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണ്, കാരണം സതീഷ് ഒരു ഹിസ്റ്റോറിയനാണ്, നമ്മളെപ്പോലെ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളല്ല, ഒരു നക്സലൈറ്റ് അല്ല, പുള്ളി ഒരു പോലീസുകാരനല്ല, ഹീസ് എ ഹിസ്റ്റോറിയൻ. അപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഈ കഥയിൽ പറയുന്ന എല്ലാം ശരിയാണെന്ന് ആദ്യം സമ്മതിച്ചതും നക്സലൈറ്റ്സാണ്. അവരുടെ ആ ഒരു മൈൻഡിൻ്റെ ഒരു പവർ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്.
ഓക്കെ സാർ, അപ്പോൾ എന്തായാലും ഇനി സാറിൻ്റെ ഞാൻ ഈ VFXൻ്റെ കാര്യവും ആനിമേഷൻ്റെ കാര്യവും ഈ ഒരു AI-യുടെ ഇൻ്റർഫറൻസിൻ്റെ കാര്യവും അനൂപിനോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. സാറിൻ്റെ എസക്കിയാൽ എന്ന ഫിലിമിന് ഓൾ ദ ബെസ്റ്റ്. കാരണം എനിക്കത് കേട്ടിട്ട് തന്നെ ഒരു നല്ലൊരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, അത് അറിയണം എന്താണ് സാർ അതിൻ്റെ കൂടെ ഉദ്ദേശിക്കുന്നത്. 3 ഫോംസ് ഓഫ് ബൈബിൾസ് അത്, പക്ഷെ അതെടുത്തിട്ട് അതിലുള്ള എന്ത് ഇൻസിഡൻസ് ആണ് എടുത്തിട്ടാണ് അത് ഇങ്ങനെ ഇത്ര ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയണമെന്നൊരു താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു സംഗതി പറഞ്ഞാൽ എനിക്ക് പൂച്ചയുടെ ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു രഹസ്യം പറയാനിട്ടോ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ വിടില്ല. ഞാൻ വന്നാൽ എനിക്കത് കേട്ടേ പറ്റുള്ളൂ, ആ കേൾക്കാതെ ആളെ വിടില്ല. അതെ, സസ്പെൻസ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. എനിക്ക് അതിൻ്റെ പുറകിലുള്ള സംഗതി അറിഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ ഇഷ്ട ജീവിയും പൂച്ചയാന്ന് പറയുമ്പോൾ അറിയാമല്ലോ. മനസ്സിലായി. ഓൾ ദി ബെസ്റ്റ് സാർ. സാർ എന്തായാലും അടുത്ത സാർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇതേ ജോണറിൽ സാറിന് ഇഷ്ടമുള്ള രീതിയിൽ ഫിലിംസ് ഒക്കെ ചെയ്ത് നാഷണലി ഇന്റർനാഷണലി അക്ലമേഷൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു മാം. സോ അനൂപ് ശാന്തകുമാർ, റൈറ്റ്? എസക്കിയാൽ എന്ന് പറയുന്ന സതീഷ് പോൾ സാറിൻ്റെ ഫിലിമിൻ്റെ VFX AI ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾ. അതിലേക്കൊക്കെ നമുക്ക് പോകുന്നതിന് മുന്നേ വാട്ട് ഈസ് യുവർ ആ ഒരു പാഷൻ, ഈ ഒരു VFXനോട് അല്ലെങ്കിൽ അത് ക്രിയേഷനോടുള്ള പാഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്തു, എന്തൊക്കെ വർക്ക്സ് ചെയ്തു? അത് എന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു 8 വയസ്സ് 9 വയസ്സിൽ. കാരണം വെച്ചാൽ അന്ന് ആകെ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കളറാണ്. ഉറപ്പായിട്ട് കളർ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ അന്ന് കിട്ടിയിരുന്ന ഒരു കളർ മാഗസിൻ എന്ന് പറഞ്ഞാൽ വനിതാ മാഗസിനാണ്. അപ്പോൾ ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ ഇപ്പോൾ ജീൻസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് അതിനകത്ത് ജീൻസിൻ്റെ കളർ മാത്രം ബ്ലൂ ആയിട്ടിരിക്കും, ബാക്കി മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ഇത് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ള ക്യൂരിയോസിറ്റിന്ന് തുടങ്ങിയതാണ് ഈ പ്രൊഫഷൻ സെലക്ട് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇതിന് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് അറിയില്ല. എനിവേ ഒരു 20 വയസ്സായപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ അത് മൾട്ടിമീഡിയയിലേക്ക് മാറി. പിന്നെ ഗ്രാജുവലി പല ചാനലിൽ ജോലി ചെയ്തു. പിന്നെ അഡ്വർടൈസിംഗ് മേഖലയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ ചെറിയ വർക്കുകളൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ പോയി. അങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തുന്നത്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇത്ര നാളും ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈൻ വന്നു കഴിഞ്ഞപ്പോഴത്തേ അത് പെട്ടെന്നൊരു കുതിച്ചുചാട്ടമായിരുന്നു. അതായത് ഒരു വിത്തിൻ ഒരു 2 years അതിനുള്ളിൽ പെട്ടെന്നൊരു മാറ്റം വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോവിഡ് ടൈമിൽ എല്ലാവരും വീട്ടിലിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഈ ക്രിയേഷനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ സംഭവമായിട്ട് മാറി. പിന്നെ അത് നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന സാധനം 5 മിനിറ്റ് കൊണ്ട് അതിനകത്ത് ചെയ്തെടുക്കാം. പക്ഷേ അതിന് വേണ്ടി വരുന്ന പ്രയത്നം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം 5 പേര് കൂടി 5 സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ 5 കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്താൽ അവർക്ക് കിട്ടുന്ന 5 റിസൾട്ട് ആയിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളും അതിനകത്ത് മിടുക്കരാവാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഒരാൾ പോലും എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻ ചെയ്താൽ അത് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് അതിൻ്റെ ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡെഫിനറ്റ്ലി വി ഹാവ് ടു അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കഥ പറയുമ്പോൾ 5 പേര് കഥ പറയുമ്പോൾ ചിലർ പറയുന്ന കഥ നമുക്ക് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. നമുക്കത് ഫീൽ ചെയ്യും. ആ ഫീല് കൊണ്ടുവരാനായിട്ട് പറ്റുന്നയാളാണ് ഇനിയുള്ള കാലത്ത്. അതായത് എത്ര വളർന്നാലും അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിയുന്ന ആൾ. ഹ്യൂമൻ ടച്ച് വരുത്തുക. ആ ഒരു ഏത് കഥാപാത്രമായാലും അതിലേക്ക് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സംഗീതോപകരണങ്ങളുണ്ട്, അതിനെക്കൊണ്ട് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ AR റഹ്മാൻ കൊടുക്കുന്ന മ്യൂസിക് അല്ലല്ലോ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും. അത് തന്നെയാണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ AR റഹ്മാൻ ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗിച്ച് കുറച്ചുകൂടി എളുപ്പ വഴിക്ക് പലതും സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അതാണ്. പക്ഷെ അതിനൊരു ടച്ച് എത്രത്തോളം നമ്മൾ ക്രിയേറ്റീവായിട്ട് കൊടുക്കുന്നു, നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ് കാര്യം. നമ്മുടെ തിങ്കിങ് അതിന് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഭാവന ഇതാണ്, അതിനനുസരിച്ച് തരണം. ദെൻ ഗ്രാജുവലി നമ്മുടെ ഭാവനയെ മനസ്സിലാക്കുന്നു, അതും പഠിക്കുന്നു, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് സംഭവം. അപ്പോൾ എസക്കിയാൽ എന്ന് പറയുന്ന ഈ സിനിമയിലേക്ക് അനൂപ് ശാന്തകുമാർ എന്ന മുത്തിനെ എങ്ങനെയാണ് എടുത്തത്? സതീഷ് പോൾ സാർ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കാറ്റുതിച്ചോർ എന്ന് പറഞ്ഞ മൂവി മുതൽ അറിയാം. ഒരേ നാട്ടുകാരാണ്, പക്ഷേ ഞാൻ പരിചയപ്പെടുന്നത് വളരെ ലേറ്റായിട്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ചിഞ്ചു ബാല എന്ന് പറഞ്ഞ്, അത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് അദ്ദേഹത്തിനൊരു ആവശ്യം വരുമ്പോൾ, അതായത് ഈ കാറ്റുതിച്ചവരുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് വളരെ സൗഹൃദമാവുന്നു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ കഥയുണ്ട്, എസക്കിയാൽ അന്നുണ്ട്. അത് പണ്ടേ ഉള്ളൊരു കഥയാണ്, 20 വർഷം മറ്റായി. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കുറേ ചലഞ്ചസ് ഉണ്ട്. കാരണം നമുക്കൊന്നും ഹോളിവുഡ് ചിന്തിക്കുന്നത് പോലെ തന്നെ വലിയൊരു VFXോ പ്രൊഡക്ഷനോ ചിന്തിക്കാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് മാത്രം മാറ്റി വെച്ചിരുന്ന ഒരു കഥയാണ് എസക്കിയേൽ. അപ്പോൾ അങ്ങനെ ഒരിക്കൽ എന്നോട് പറയുന്നു നമുക്കൊരു കഥയുണ്ട്, അപ്പോൾ അതിനകത്ത് VFX വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്നോട് പറയുകയാണ്, അതാ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഇവിടെ നിന്ന് അങ്ങ് പറന്ന് ചന്ദ്രനിൽ പോവാം, മടക്കൂ, പിന്നെന്താ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളതിന് തയ്യാറാവും എന്ന് പറഞ്ഞ പോലെ ആ സീൻ പറയുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അത് നടക്കും എന്ന് പറയുന്നിടത്തു നിന്നാണെങ്കിൽ ശരി, നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം, എന്നാലും നീ കഥയൊന്ന് കേട്ട് നോക്കും. അങ്ങനെ സാർ എനിക്ക് കഥ പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം അതിനുള്ള ഇതായി. അപ്പോഴും ഇത്രയും വളർന്നിട്ടില്ല. കഥ കേട്ടു, ഒരു 6 മാസം കഴിഞ്ഞു, അപ്പോൾ അത് വരുന്നു. അപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആവും. അതായത് നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ മുടക്കേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് 10 ലക്ഷം മതി. അതിലും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ചെയ്യണേ. അതായത് ഇപ്പോൾ ഹോളിവുഡ് മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ ചില മൂവീസ് കളർ ചെയ്തെടുക്കാൻ തന്നെ 6 months ആണ് എടുക്കുന്നത്. അപ്പോൾ ആ ടൈം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഒരു 6 ആഴ്ച കൊണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചതിനെ തുടർന്ന് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇത് പ്രൊഡ്യൂസേഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് നല്ല പ്രൊഡ്യൂസർമാരെ കിട്ടുന്നു. അവർക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റോറി ബോർഡ്. സാധാരണ സ്റ്റാറ്റിക് സ്റ്റോറി ബോർഡുകളാണ് ഇന്ന് വരെ ചെയ്യുന്നത്. ഒന്നീ വരയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ 1-2 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അത് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ ഐപാഡിലോ അതിലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടാബ്ലറ്റിലോ കാണിച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മൾ ചെയ്തത് അതിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ചില സ്ഥലങ്ങൾ അത് നന്നാവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളടുത്ത് അത് മോഷൻ ഗ്രാഫിക്സ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് കാണുന്നയാൾക്ക് ഓക്കെ, ഇത് ശരിയായെങ്കിൽ ബാക്കി കൂടി ശരിയാവും ഉറപ്പായിട്ടും. മീൻസ് അപ്പോൾ അത് AI നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും വളരെ വിഷ്വൽ ട്രീറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ പ്രൊസീഡ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഡിജിറ്റൽ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്ന സംഭവത്തിന് വേറൊരു ലെവലിലേക്ക് അതായത് ഇന്ന് വരെ സിനിമ കഴിഞ്ഞിട്ട് അത് ഷൂട്ടിന് മുമ്പ് ഒന്നുകിൽ ഇല്ലുസ്ട്രേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് വരച്ചിട്ടുള്ള ആ ഇല്ലുസ്ട്രേഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇല്ലുസ്ട്രേഷനോ ഇത് കണ്ടിട്ട് ഓക്കെ അവിടെ ഒരു മാൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആന നിൽക്കുന്നുണ്ട്. അപ്പം അതിൽ ജുറാസിക് പാർക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ദിനോസർ ഉണ്ട് എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തിട്ട് ചെയ്യിക്കുകയാണ്. ദിനോസറില്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടെ ആ ദിനോസർ വരുന്ന സാധനം ഈ ജുറാസിക് പാർക്കിനെ സംബന്ധിച്ച് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അത് ചെയ്തെടുക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യം ദിനോസറിനെ ക്രിയേറ്റ് ചെയ്തോ. എക്സാമ്പിളാണ്, ദിനോസറിനെ നമ്മൾ, അതായത് ദിനോസർ വരേണ്ട സ്ഥലത്ത് നമ്മൾ ദിനോസറിനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്തു, പ്ലേസ് ചെയ്തു. അപ്പോൾ ഡയറക്ടറിനും കോൺഫിഡൻസ് ആണ്, എൻ്റെ ടീമിനും കോൺഫിഡൻസ്, ആക്ടേഴ്സിനും കോൺഫിഡൻസ്. കാരണം അവർക്ക് അവിടെ കൊടുക്കേണ്ട എക്സ്പ്രഷൻ എന്താണ്, അവിടെ എന്താണ് നമുക്ക് വരേണ്ടതെന്നുള്ള എക്സാക്റ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം എന്തായാലും എസക്കിയേൽ എന്ന് പറയുന്ന ഈ ഫിലിമിനകത്ത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഫിനിഷോട് കൂടി തന്നെ യൂസ് ചെയ്ത് ഫിലിം വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു തോന്നുന്നു. കാരണം ഇപ്പോൾ അത് ഒരു നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഡയറക്ടറും താങ്കൾ സംസാരിച്ചത്. അത് കേട്ടാൽ എനിക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസും ഒരു ക്യൂരിയോസിറ്റിയും ബിൽഡപ്പായി. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എൻറ്റയർ വർക്ക്. ആൻഡ് ഞങ്ങളും കാത്തിരിക്കുന്നു ഫോർ ദ റിലീസ്. താങ്ക് യു അനൂപ്.